എല്ലാവർക്കും എൻ്റെ പുനർജനി ഹസ്തരേഖയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എൻ്റെ യൂട്യൂബ് കാണുന്ന പലരും എൻ്റെ യൂട്യൂബുകളെല്ലാം നന്നായിട്ട് കാണുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കണ്ടിട്ട് അഭിപ്രായം പറയുന്നവർക്കെല്ലാം വളരെ നന്ദി. ഞാൻ ഒരുപാട് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പലരും കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു, മാഡം ഞങ്ങൾക്ക് ആയുർരേഖയെ പറ്റി പറഞ്ഞു തരണം. കുറേ പേര് പറയുന്നു ആയുർരേഖയും ഭാഗ്യരേഖയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാക്കപ്പള്ളി പറ്റി പറഞ്ഞപ്പോൾ ഒത്തിരി പേര് എന്നെ വിളിക്കുന്നുണ്ട്, എൻ്റെ വാട്സപ്പിൽ അയച്ചു തരണം. എല്ലാവർക്കും സംശയമാണ്. ഈ വേളയിൽ വന്ന എൻ്റെ മണ്ഡലത്തിൽ വന്ന ചുരുക്കം പറഞ്ഞാൽ ഒത്തിരി പേർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഇത്രയും നല്ല ശ്രദ്ധയോടുകൂടി എന്നിൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് തന്നതിന് ഞാൻ ഓരോരുത്തരോടും നന്ദി പറയുന്നു. ഞാൻ ഇന്ന് എൻ്റെ ഈ എപ്പിസോഡിൽ ഞാൻ ആയുർരേഖയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ആയുർരേഖ ഞാനാണ് ഒത്തിരി കഴിഞ്ഞ യൂട്യൂബ് വഴി നോക്കുന്നുണ്ട്, കണ്ടമാനം കൈ നോക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഒരു നന്നായിട്ട് ഹസ്തരേഖ പഠിച്ച ഒരാൾക്ക് ആദ്യമായിട്ട് ഹസ്തരേഖ കൈ നോക്കാനായിട്ട് നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് അവർ വീട് വയ്ക്കുമോ എന്നല്ല, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ജോലി കിട്ടുമോ എന്നല്ല, അവർക്ക് വിവാഹം കഴിയുമോ എന്നൊന്നും അല്ല. നമുക്ക് ഒരു കെട്ടിടം നമ്മളൊരു കെട്ടിടത്തിനോട് സാദൃശ്യപ്പെടുത്തുകയാണെങ്കിൽ അതിന് നല്ലൊരു ബേസ് വേണം. ആ ബേസാണ് നമ്മുടെ ആയുർരേഖ. ആ ആയുർരേഖയാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത്. ആയുർരേഖ നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ആയുർരേഖ എന്ന് പറയുമ്പോൾ ആയുർരേഖ തുടങ്ങുന്നത് ഇതാണ് നമ്മുടെ ആയുർരേഖ എന്ന് പറയുന്നത്. എല്ലാവരുടെ കയ്യിലും ആയുർരേഖ ഉണ്ടാകും. അപ്പം ആയുർരേഖയുടെ വേരിയേഷൻ അതെവിടെയെല്ലാം മുറിഞ്ഞിട്ടുണ്ട്, അവിടെയും ഉണ്ട് കാക്കപ്പുള്ളി, ആയുർരേഖയിലും ഉണ്ട് കാക്കപ്പുള്ളി. ആയുർരേഖ ചിലർക്കൊക്കെ അവിടെ പൊട്ടിയിരിക്കും. അപ്പം നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ആയുർരേഖയുടെ നീളം, വീതി, അതിന് എന്തൊക്കെ തടസ്സം, ഒരു നദി ഒഴുകുന്നത് എത്രത്തോളം തടസ്സങ്ങളിലൂടെയാണെന്ന് നോക്കുമ്പോൾ തന്നെ ആയുർവേദ പോകുന്ന സ്ഥലങ്ങളിൽ എന്തെല്ലാം തടസ്സം ആ ആയുർരേഖ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കി പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ആയുർരേഖ തുടങ്ങുന്നത്, ആയുർരേഖ എപ്പോഴും ശുക്രമണ്ഡലത്തിന് ചുറ്റിയാണ് ആയുർരേഖ കാണുന്നത്. ശുക്രമണ്ഡലത്തിനെ ചുറ്റിയാണ് ആയുർരേഖ നമുക്ക് കാണുന്നത്. അപ്പോൾ ഇവിടെ തുടങ്ങുന്ന സ്ഥലം, അത് തുടങ്ങുമ്പോൾ നമുക്ക് എന്തെല്ലാം ഒരു ആയുർരേഖ കാണുമ്പോൾ നമുക്ക് പല സീക്രട്ടും അറിയാൻ പറ്റും ആയുർരേഖയിലൂടെ. ഒരു കുട്ടിയുടെ ജനനത്തിൽ എന്തെങ്കിലും നിഗൂഢതയുണ്ടോ അത് കണ്ടുപിടിക്കാൻ ഈ ആയുർരേഖ സാധിക്കും. ഒരു കുട്ടിയുടെ ഒന്നുകൂടെ എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു കുട്ടിയുടെ ജനനം അതിൽ എന്തെങ്കിലും ഒരു നിഗൂഢതയുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ആയുർരേഖ, അത് ഒരു പ്രത്യേക സൈൻ ആയുർരേഖ തുടങ്ങുന്നിടത്ത് കാണും. ആ നിഗൂഢത നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇടയ്ക്ക് ടി വിയിൽ ഒരു പ്രശ്നം, ഒരു ഹസ്ബൻഡും വൈഫും തമ്മിൽ എന്നും വഴക്കാണ് കുട്ടിയുടെ ജന്മാവകാശത്തെ പറ്റി, എന്നും വഴക്കാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സന്ദർഭങ്ങളിലായിരിക്കും ആർക്കും അറിയത്തില്ലാത്ത നിഗൂഢത, നമുക്ക് ആ കുട്ടിയുടെ ജനനത്തിൻ്റെ നിഗൂഢത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആയുർരേഖ തുടങ്ങുന്ന ഭാഗം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്, ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പം അതിന് ബാലാരിഷ്ടതയുണ്ടോ, അതും നമുക്ക് ആയുർരേഖ തുടങ്ങുന്ന ഭാഗത്ത് ആ കുട്ടിക്ക് എത്രത്തോളം അസുഖമുണ്ട്, ബാലാരിഷ്ടതയുണ്ട്, ആ കുട്ടി രക്ഷപ്പെടുമോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതെന്ന് വെച്ചാൽ ആയുർരേഖ തുടങ്ങുമ്പം ആയുർരേഖയുടെ കൂടെ കുജമണ്ഡലത്തിൻ്റെ അടുത്തായിട്ട് വേറൊരു രേഖ നല്ല കറുത്തിട്ട് വരികയാണെങ്കിൽ ആയുർരേഖയോട് ചേർന്ന്, നമ്മളെപ്പോഴും എല്ലാവരും ആയുർരേഖ മാത്രം നോക്കിയിട്ടാണ് ആക്സിഡൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയണം. ഇതങ്ങനെയല്ല. ആയുർവേദം അത് നന്നായിട്ട് പഠിച്ചവർക്കിനത് ഒരുപാട് പ്രാക്ടീസ് ചെയ്തവർക്കും
ഒരുപാട് മറ്റുള്ളവരുടെ പ്രാക്ടീസ് ചെയ്യണം മാത്രമല്ല ഓരോരുത്തരുടെ അനുഭവം നമ്മളടുത്ത് വന്ന് പറയുമ്പോൾ ഞാൻ ഒത്തിരി നോക്കി കണ്ട് പരിഹാരം പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്കിപ്പോൾ സിമ്പിളായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ, നമ്മൾ പല ബുക്കിലും ഇല്ലാത്ത കാര്യങ്ങളും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ഹസ്തരേഖ നോക്കി പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയുർരേഖയുടെ അടുത്തായിട്ട് വേറൊരു രേഖ നന്നായിട്ട് കറുത്ത് നല്ല ഇരുണ്ട് കറുത്ത് വരികയാണ്. അതിനോട് ചേർന്ന് നമുക്ക് ചോദിക്കാം, നിങ്ങൾക്ക് നല്ലൊരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടോ? അപ്പോൾ അവർ പറയും, മാഡം ഞാനിപ്പം ഒരുപാട് ആക്സിഡൻറ്റ് ആയി ഞാൻ ഇപ്പോൾ വണ്ടി എടുക്കാതെയായി. ഇന്നലെ ഒരു കൊച്ചു എൻ്റെ അടുത്ത് പറഞ്ഞതാ, മാഡം ഞാൻ ഒത്തിരി ആക്സിഡൻ്റാണ്, എനിക്ക് വണ്ടി എടുക്കാൻ പേടി, ഞാൻ വണ്ടി എടുക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇയാൾ വണ്ടി എടുക്കണത് മാത്രമല്ല മറ്റുള്ളവരുടെ വണ്ടിയിലും ഇയാൾ കയറരുത്. ഞാൻ അപ്പോൾ ഇല്ല മാഡം, ഞാൻ ആരുടെ വണ്ടിയിലും കയറൂല എന്നും കൂടെ ഒരു പ്രോമിസ് എനിക്ക് തന്നെ. നമ്മൾ കയറാൻ ഇപ്പോൾ ഏത് വണ്ടിയിൽ കയറിയാലും അവിടെ ആക്സിഡൻറ്റ് വരും, അവർക്കും കൂടെ ആക്സിഡൻറ്റ് വരുത്തി വയ്ക്കും. അതുകൊണ്ട് ഇതിൽ കയറേണ്ട. കുറേ ഇത് ഞാൻ പരിഹാരം ഒത്തിരി പറഞ്ഞു സ്വന്തമായിട്ട് ജപിക്കാൻ പറയും. നമ്മൾ പരിഹാരം ചെയ്യുന്നതിനെക്കാട്ടി സ്വന്തമായിട്ട് മഹാദേവനെയോ നമ്മളെ മനസ്സ് ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് മാറ്റം വരുമെന്നുള്ളത് നിസ്സംശയം എനിക്ക് പറയാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് മരിച്ച് കഴിഞ്ഞ നമ്മൾ ആയുർരേഖ നോക്കിയിട്ട് മരിച്ച് കഴിഞ്ഞ ഒരു വ്യക്തിയുടെ ഒരു കൈ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നോക്കാനായിട്ട്. വളരെ സങ്കടത്തോടുകൂടിയാണ് ആ പാർട്ടി എൻ്റെ അടുത്ത് ആ കയ്യും കൊണ്ട് വന്നത്. അവർക്ക് എല്ലാവർക്കും മരിച്ച് കഴിയുമ്പോൾ ഇത് ആയുസ് തീർന്നാണോ മാഡം മരിച്ചത്, ഇനി എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പണിതിട്ടാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വരുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നും. എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായ കാര്യമായിരുന്നു അത് അന്നേരം എനിക്ക് പുതിയൊരു അറിവ് മരണസമയത്ത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കാനാണ് ആയുർരേഖ നോക്കിയപ്പോൾ എനിക്ക് അത് നമുക്ക് എപ്പോഴും ആയുർരേഖ നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അവർ പരിഹാരമെല്ലാം കണ്ടുപിടിച്ച് ചിലപ്പോൾ അതിൽ നിന്ന് അവർ രക്ഷപ്പെടും. വേറൊരു കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ഗുരുനാഥൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, എവിടെയെങ്കിലും നമ്മൾ ഏത് സ്ഥലത്ത് പോയിരുന്നാലും ആരുടെയെങ്കിലും ബസ്സിലായിരുന്നാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ആരുടെയെങ്കിലും കൈ അപ്രതീക്ഷിതമായിട്ട് കാണുക ആയുർരേഖയ്ക്ക് എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കണം. അതിന് യാതൊരു തരത്തിലുള്ള ഷൈയും നിങ്ങൾ കാണിക്കരുതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ ഞാൻ ജസ്റ്റ് ആദ്യം എൻ്റെ അടുത്തിരിക്കുന്നവരായിരുന്നാലും ഞാൻ പെട്ടെന്ന് നോക്കിയത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരു നദിയുടെ ഒഴുക്കിനെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഗുരുനാഥൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. പല കാര്യങ്ങളും നിങ്ങൾക്കൊരു നദിയുടെ എന്തിലൂടെ നമുക്കാർക്കൊരു നദിയുടെ ഒഴുക്കിനെ മാറ്റാൻ പറ്റത്തില്ല. ഈശ്വരനിലൂടെ ഭഗവാനിലൂടെ നമ്മൾ അത്രയും വിശ്വസിക്കുന്ന ദൈവത്തിലൂടെ മാത്രമേ നമുക്ക് ഈ ആയുർരേഖ ഒരു നദിയുടെ ഒഴുക്ക് മാറ്റാൻ സാധിക്കും. അതേപോലെ തന്നെ ആയുർരേഖ ചിലവർക്കാണെങ്കിൽ പകുതി സ്ഥലത്തും ആയുർരേഖ പകുതി ഭാഗത്തേ കാണത്തുള്ളൂ. അന്നേരം നമുക്ക് ചാടി അവരുടെ അടുത്ത് പറയും, നിങ്ങൾ 50 വയസ്സിൽ അല്ലെങ്കിൽ 40 വയസ്സിൽ ജീവിക്കുള്ളൂ, പഠിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ പറയാനായിട്ട്. അത് അങ്ങനെയല്ല. നമ്മൾ ആയുർരേഖ നോക്കുമ്പോൾ ആയുർരേഖയെ മാത്രം നമ്മൾ നോക്കി പറയാൻ പാടില്ല. തൊട്ടടുത്ത് നമുക്ക് ഭാഗ്യരേഖ നോക്കണം. അപ്പോൾ നമ്മളെപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരും എപ്പോഴും കുറ്റം പറയും, ദൈവം എനിക്കിത് തന്നില്ല, അത് തന്നില്ല, മറ്റേത് തന്നില്ല. അപ്പോൾ കൈ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, കാരണം പകുതി ഭാഗം മാത്രമേ ആയുർരേഖയുള്ളൂ, ബാക്കി ഭഗവാൻ കൊടുത്തൊരു ഗിഫ്റ്റാണ്. ആ ഭാഗ്യരേഖ മൊത്തമായിട്ട് കവർ ചെയ്ത് 10, 90, 95 വയസ്സിൽ അവർ ജീവിക്കും. അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവർക്ക് വളരെ വന്ന് കഴിഞ്ഞിട്ട് പോകുമ്പോൾ വളരെ സന്തോഷത്തോടെയാണ് പോണത്. കാരണം എന്നിട്ട് ഇന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും എണ്ണയാണ് പറഞ്ഞു കൊടുക്കുമ്പോൾ അതോട് ഭയങ്കര ഹാപ്പിയിലാണ് പോണത്. ഇന്നലെ ഒരു ലേഡി, ഒരു കുട്ടി 10-26 വയസ്സേ ഉള്ളൂ, ഭയങ്കര കരയാണ്, അയച്ചു തരാൻ പറഞ്ഞു ഫോൺ. അതേപോലെ ആയുർരേഖയുടെ കാര്യം എല്ലാം ലാസ്റ്റ് ശരിയായി. അപ്പോൾ അത്രത്തോളം നമുക്ക് ആയുർരേഖയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി ആയുർരേഖയിൽ ഓവർലാപ്പിംഗ് വരാൻ പാടില്ല. ചിലപ്പോൾ ആയുർരേഖ ഓവർലാപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ബഡ് ചെയ്യും കണക്ക് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം ആക്സിഡൻറ്റ് ഉണ്ടായി രക്ഷപ്പെടും. അത് ഒരിടത്തൊന്നും അല്ല, ചിലവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ പയ്യന്മാരുടെ വണ്ടിയിലുള്ള പോക്ക് ഇങ്ങനെ ഒരു ഓവർലാപ്പിങ്ങും രണ്ടിടത്തും ഓവർലാപ്പിങ്ങും
ആയുർരേഖയിൽ ഓവർലാപ്പിംഗ് ഉണ്ട് 2 സ്ഥലത്ത്. ഒരിടത്താണെങ്കിൽ പോട്ട്, 2 ഓവർലാപ്പിംഗ് ഉള്ളതാണ് ഈ വിധം ഓടണത്. ഓടുമ്പോഴത്തേക്ക് പിന്നെ കുറേ നാൾ ഓടേണ്ടി വരില്ല. നിങ്ങൾക്കറിയാമല്ലോ പിന്നെ എന്താണ് സംഭവിക്കണമെന്ന്. ഈ വരുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, വണ്ടി ഒന്ന് പതുക്കെ ഓട്ടിക്കുക, അല്ലെങ്കിൽ വണ്ടി എടുക്കുമ്പോൾ ഒന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുക, ഈ വണ്ടി തിരിച്ച് നമുക്ക് കൊണ്ടെത്തിക്കണേ. ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മരണമില്ല, ആക്സിഡൻറ്റ് വരുന്ന രക്ഷപ്പെടും, അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ ആയുർരേഖയിൽ തന്നെ നമുക്ക് അസുഖങ്ങൾ അറിയാനായിട്ട് പറ്റും. പല അടയാളങ്ങളും ആയുർരേഖയിൽ വരാറുണ്ട്. കണ്ണിൻ്റെ ആകൃതി, ഗോതമ്പിൻ്റെ ആകൃതി, ഇങ്ങനെയൊക്കെ പല ഇതും നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വലിയ കണ്ണിൻ്റെ അതാണ് പിന്നെ ദീപടയാളവും നമ്മൾ പറയും. ഈ ദീപടയാളം വരികയാണെങ്കിൽ പെട്ടെന്ന് അസുഖം വരും എന്നുള്ളതാണ്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആയുർരേഖയിൽ മാത്രം ദീപടയാളം വന്നാൽ നമുക്ക് പറയരുത് അസുഖമാണെന്ന്. പക്ഷെ അവിടെ നമുക്കൊരു ആരോഗ്യരേഖയുണ്ട്. ആരുടെയും കയ്യിലൊരു ആരോഗ്യരേഖ വരുന്നെങ്കിൽ ആ ആരോഗ്യരേഖ കൂടെ നന്നായിട്ട് സെർച്ച് ചെയ്തിട്ട് വേണം നമുക്ക് അവർക്ക് അസുഖമുണ്ടോ ഇല്ല എന്നുള്ളത് പറയാനായിട്ട്. എപ്പോഴും ഇടത് കയ്യിൽ ആയുർരേഖയിൽ ഒരു ബ്ലാക്ക് സ്പോട്ട്, അവിടെ ഒരു കാക്കപ്പുള്ളി ഉണ്ടെങ്കിൽ അതേ ബ്ലാക്ക് സ്പോട്ട് വലത് കയ്യിലും വരണം. ആ രണ്ടും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് മരണത്തിനെ പറ്റിയോ വലിയൊരു അസുഖത്തിനെ പറ്റിയോ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരിടത്ത് മാത്രം വരിക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, അങ്ങനെ പറഞ്ഞു കൊടുത്ത് നമുക്ക് അതിനെ മാറ്റാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വേറൊരു സംഭവം ഉള്ളത്, ഒരു ലേഡി ഇതേപോലെ വന്ന അവരുടെ കൈ നോക്കുക, ചെറിയ കൈയാണ്, വളരെ ചെറിയ കൈ, എപ്പോഴും നന്നായിട്ട് സംസാരിക്കും, നിഷ്കളങ്കമായ രീതിയിലാണ് അവർ എന്നോട് സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ പിടിച്ച രണ്ട് കൈയിലും അവർക്ക് 2 കൈയിലും കറുത്ത സ്പോട്ട് ഉണ്ടായിരുന്നു. ആ കറുത്ത സ്പോട്ട് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ ആ ആയുർരേഖ മുറിഞ്ഞിട്ട് അവിടെ കറുത്ത സ്പോട്ട് വന്നത്. ആ സ്ഥലത്ത് കറുത്ത സ്പോട്ട് വന്നത്. അപ്പം ഞാൻ അവരെ ഇങ്ങനെ നോക്കാം, കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരിവിടെ ഇരിക്കേണ്ടതല്ല, മരണത്തിലോട്ട് പോകേണ്ടതാണ്. പക്ഷെ ഞാൻ പെട്ടെന്ന് അവരെ ഒന്നും കൂടെ നോക്കിയപ്പോൾ ആ 2 സ്ഥലത്തും മുറിഞ്ഞ സ്ഥലത്ത് കറുത്ത സ്പോട്ടുണ്ട്. പക്ഷേ ആ കറുത്ത സ്പോട്ടിനെ കവർ ചെയ്ത് ഈശ്വരൻ കൊടുത്തൊരു ഗിഫ്റ്റാണ് ഒരു ചെറിയ ഒരു സ്ക്വയർ. രണ്ടിടത്ത് സ്ക്വയർ ഉണ്ടായിരുന്നു. അപ്പോൾ ആയുർരേഖയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സ്ക്വയർ എന്ന അടയാളമാണ്. ആയുർരേഖയെ മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള ഏത് ആപത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സ്ക്വയറാണ്. ഒരു സ്ക്വയർ. അപ്പോൾ ഇവിടെ 2 ഒരു സ്ക്വയർ കൊടുത്ത് ഞാൻ ആ ലേഡിയെ കാണിച്ചപ്പോൾ അവർ കരയാണ് ചെയ്തത്. നിങ്ങളുടെ ഇന്ന് ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? നിങ്ങളെ ഹസ്ബൻഡിൻ്റെയും കുട്ടികളെ നോക്കുന്ന കർമ്മമാണ് നിങ്ങളുടെ. കാരണം അവർക്ക് അവരുടെ കാര്യം നോക്കാനല്ല അവർ വന്നത്, അവർ മോൻ്റെ കാര്യം നോക്കാനാണ്. അതിന് കല്യാണം ആകുന്നില്ല. പക്ഷേ ഞാൻ പിടിച്ചു നോക്കിയത് അന്നേരമാണ് ഞാൻ ഒരു മിറക്കിൾ എന്നുണ്ടെങ്കിൽ അതെനിക്ക് പറയാം. ആ 2നും പ്രൊട്ടക്റ്റ് ചെയ്ത് ആയുർരേഖ മുറിഞ്ഞിട്ടുമുണ്ട്, അവിടെ ഒരു ബ്ലാക്ക് സ്പോട്ടും ഉണ്ട്. പക്ഷേ ചെറിയ ഒരു രണ്ടിടത്ത് ചെറിയ സ്ക്വയറും ഉണ്ട്, ആ ആയുർരേഖ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ പറ്റും? ആയുർരേഖയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സ്ക്വയറാണ്. നമുക്ക് എന്ത് ആപത്ത് വന്നാലും സ്ക്വയർ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നെല്ലാം നമുക്ക് വിമുക്തനാവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആയുർരേഖ പോലെ ഇങ്ങനെ വരും. നമുക്ക് ആ റാ പോലുള്ളൊരു ഷേപ്പ് വരും. ആ പോലൊരു ഷേപ്പ് വരികയാണെങ്കിൽ, ഇങ്ങനെ ആയുർരേഖയെ ചുറ്റി പോലുള്ളൊരു ഷേപ്പ് വരികയാണെങ്കിൽ, അങ്ങനെ ചില കൊച്ചു കുട്ടികളിൽ അല്ലെങ്കിൽ 10, 15 വയസ്സുള്ള കുട്ടികളിലൊക്കെ നമുക്ക് കാണുന്നുണ്ട്. നല്ല ആയുസ്സായിരിക്കും, ഇങ്ങനെ പോലെ ഇങ്ങനെ വരും. അങ്ങനെയാണെങ്കിൽ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. തന്നിഷ്ടം, സ്വന്തം ഇഷ്ടം, അങ്ങനെയുള്ളവരാണ് 10, 18, 20 വയസ്സിലൊക്കെ വേറൊരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടികളെ വിളിച്ചുകൊണ്ട് വരികയും ആര് പറയണത് കേൾക്കാത്ത, ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ ഏറ്റവും താഴെ എത്തുമ്പോൾ അവിടെയും ഓവർലാപ്പിംഗ് കാണാം. അപ്പം നമുക്ക് വയസ്സാകുമ്പോഴത്തേക്കും മറിഞ്ഞ് വീണ്ടും ബാത്റൂമിലൊക്കെ ചെന്ന് മറിഞ്ഞ് വീഴുന്നതൊക്കെ നമുക്ക് നേരത്തെ തന്നെ വാർണിംഗ് കൊടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് ഈ ആയുർരേഖ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് 2 രേഖകളും കൂടെ ഉണ്ട്. ഒന്ന് കുജരേഖയും പിന്നെ ഒന്ന് കങ്കണരേഖ. അത് ഞാൻ അടുത്ത വീഡിയോയിലോട്ട് കൂടുതൽ നന്നായിട്ട് പറയുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.